സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്ന് പറഞ്ഞാലും ഇഫ്തിതാഹിന്റെ ദുആന്റെ അടിസ്ഥാന പുണ്യം ലഭിക്കും. അതുകൊണ്ട് അപ്പോൾ കറാഹത്ത് നീങ്ങും എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതെ, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കറാഹത്ത് നീങ്ങും എന്നാണ് ചെയ്തിട്ടുള്ളത്. അതാണിപ്പോൾ കർമ്മശാസ്ത്രപരമായി പ്രാമാണികമായി നാം അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് മനസ്സിലാകുന്നു, അത് പ്രാമാണികമല്ല എന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് നാം അങ്ങനെ വിശദമായി ഒരു ക്ലാസ് എടുക്കേണ്ടി വന്നത്. അതൊരു ആളുകൾ പാലിക്കുന്നുണ്ട്. ആളുകൾ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അബദ്ധത്തിൻ്റെ ഗൗരവം നാം ഉണർത്തിയത്. കുറേ ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി. ഇങ്ങനെ പലരും പറയും സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക മതിയെന്ന്, തെളിവൊന്നും പറയൂല. അപ്പൊ പല ആളുകളും തെറ്റിദ്ധരിച്ചു പോയി, സാധാരണക്കാരും അല്ലാത്തവരും തെറ്റിദ്ധരിച്ചു പോയി. അവർക്കൊക്കെ ആ കറാഹത്ത് നീങ്ങിപ്പോവണമെങ്കിൽ അവരുടെ ധാരണ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക മതി എന്നല്ലേ. അപ്പൊ അവർക്ക് തിരുത്തി കൊടുക്കൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് നാം അത് വിശദമായി പറയേണ്ടി വന്നത്. സാധാരണക്കാർക്ക് ഇപ്പം അന്ന് പറഞ്ഞു കൊടുത്താൽ വജ്ജൗത്തേ ഒരു പഠിച്ചിട്ടുള്ളൂ. വജ്ജൗത്ത് മുഴുവൻ കൊണ്ടുവരാനാണെങ്കിൽ സാധിക്കൂല, അപ്പോഴേക്ക് സ്വീപ്പാവും. സാധാരണക്കാർക്ക് അവർ വജ്ജൗത്ത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അവർക്ക് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക പോലത്തെ ദിക്റുകളൊന്നും പറഞ്ഞു കൊടുത്താൽ അവർക്ക് പ്രയാസമാവും. വജ്ജൗത്ത് ഫുള്ളും അതാണ്, സമയമില്ല. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അതിന് സമയം വേണ്ട. സാധാരണക്കാരോട്, ഇത്രയും കഴിവില്ലാത്ത സാധാരണക്കാരോട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തിനാ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തു? അതൊരു ചോദ്യമാണ്. നിങ്ങളെ വാദം ഹദീസിൽ വന്ന ഏതെങ്കിലും ഒരു ദുആഉൽ ഇഫ്തിതാഹ് ദിക്ർ അതിൻ്റെ അല്പം പറഞ്ഞാൽ മതി എന്ന്. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുത്തുകൂടെ? അതല്ല സാധാരണക്കാർക്ക് എളുപ്പം. അൽഹംദുലില്ലാ എന്ന് പറയാത്ത സാധാരണക്കാരുണ്ടോ? അതറിയാത്തവരുണ്ടോ? അൽഹംദുലില്ലാ പറഞ്ഞു സാധാരണക്കാരോട് അങ്ങനെ പറഞ്ഞു കൊടുക്കൂ, അതല്ല നല്ലത്. കാരണം അൽഹംദുലില്ലാ എളുപ്പമാണ്. അത് അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അതിലുണ്ട് അൽഹംദുലില്ലാ, അതിൻ്റെ ബഅളാണ്, അതിൻ്റെ അല്പാണ്. അതുപോലെ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി, അതിലുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ വെറും അൽഹംദുലില്ലാ മതി എന്ന് പറഞ്ഞു കൊടുത്താൽ പോരെ? പിന്നെ എന്തേ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദികയിലേക്ക് പോയത്? അപ്പം അതിൻ്റെ കാരണം അതല്ല. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക മാത്രം ഹദീസിൽ വന്നിട്ടുണ്ട്, അങ്ങനെ പൂർണ്ണമായൊരു വജ്ജത്തുണ്ട് എന്ന് പെട്ടെന്ന് ഇമാം നവവിയുടെ അദ്കാർ പോലത്തെ കിതാബ് നോക്കിയാൽ തെറ്റിദ്ധാരണ വരും.